ഞാൻ വന്നപ്പോ മുതൽ ചോദിക്കണോന്ന് വിചാരിച്ച് കിരിയേട്ടന്റെ കല്യാണത്തിന് എന്തോ ഒരാൾക്കാരെ വന്നേക്കുന്നത്. അപ്പൊ നിന്റെ കല്യാണം അല്ലേ? ശരിയാണല്ലോ. നമ്മുടെ കല്യാണത്തിന് എന്തോ ഒരാൾക്കാരാണ് വന്നേക്കണത്. അതാണ് ഞാൻ ഈ നോക്കണത്. എന്താണ്? ഇവരൊക്കെ ആരാണ്? ഇവരൊന്നും ഞാൻ വിളിച്ചിട്ട് പോലില്ല. അതുമാത്രല്ല, ഇതുവരെ ആയിട്ട് ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ വീട്ടിൽ ഞാൻ വിളിക്കാണ്ട് ഉണ്ടിട്ടുമില്ല. പിന്നെ ഇത്രയും പേര് വന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. അപ്പൊ കിരീട്ടം മറ്റേതാണല്ലേ, നക്കി തിന്ന തൊണ്ടി തിന്ന നക്കി തിന്ന തൊണ്ടി തിന്ന. അല്ല, ഒരു ഫ്ലോയ്ക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു ഇതാണ്. അങ്ങനെ ഒരുപാട് ഫ്ലോ. കിരീട്ടം വിളിച്ച ആരെങ്കിലും വന്നായിരുന്നാ? രണ്ടാൾക്കാർ വന്നു. ആരൊക്കെയാണ്? ഒന്നാ ഫോട്ടോഗ്രാഫറും പിന്നൊന്നും നീയും. പിന്നല്ല കിരീട്ട, കിരീട്ടൻ താലി കെട്ടുന്ന സമയത്തില്ലേ കൈ വിറക്കണം ഞാൻ കണ്ടായിരുന്നട്ടാ. ശ്രദ്ധിച്ചറിഞ്ഞില്ലേ? അത് ഞാൻ മനഃപൂർവ്വം വിറപ്പിച്ചാണ്. എന്തിന്? നിനക്ക് തോന്നരുത് എനിക്ക് ഇതിനു മുമ്പ് വേറെ കെട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. ഒന്നുമില്ലല്ലോ. പിന്നെണ്ടല്ലോ കിരീട്ടനെ ഈ പാലിലെ പഞ്ചസാര ഇഷ്ടാണ്. ഇത്രയും നാളും പാലില് പഞ്ചാര ഒഴിച്ച് കുടിക്കുന്നതായിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ ഇന്ന് മുതൽ എനിക്ക് പഞ്ചസാര വേണ്ട. അതെന്താ? എന്റെ പഞ്ചാര കെട്ടി നീയല്ലേ? ദൈവമേ, എന്നെ ഉറുമ്പരിക്കാതെ നോക്കണം. പിന്നെണ്ടല്ലോ കിരീട്ട, ആകാശത്തേക്ക് നോക്കിക്കേ. എന്താണ് ഇവിടെ? മിന്നുന്ന താരങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? ഒരു താരത്തിനും കാണുന്നില്ല. എങ്ങനെ കാണും? എന്റെ മിന്നും താരം നിക്കണ്. ഞാനാണോ മിന്നും താരം?